കേരളത്തിന് ആമജീവിതം. കേരളമേറെ പ്രതീക്ഷിച്ചു, നിരാശയാണ് സമ്മാനം. കേന്ദ്രപ്പകയിൽ കേരളം മാപ്പില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വിവരം. ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഞായറാഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ അതൊരു കറുത്ത ഞായറാഴ്ചയായിരുന്നു. നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ വോയിസ് ഓഫ് പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്നലത്തെ കേന്ദ്ര ബഡ്ജറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം എല്ലാവർക്കും തോന്നും, ഈ പറയുന്ന കേരളം ഇന്ത്യയിലല്ല എന്ന് തോന്നും. കാരണം കേരളം ചോദിച്ചിട്ടുള്ള ഒരു കാര്യവും അവർ നടപ്പിലാക്കിയില്ല. എയിംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ജലപാത ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ റെയിൽവേ, അതിവേഗ റെയിൽവേ, ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. പകരം എന്താ ചെയ്തേ? കടലാമ പ്രജനനത്തിന് കേന്ദ്രങ്ങളിലെ വിനോദസഞ്ചാരം, ധാതു മേഖലയിലെ ഇടനാഴി, ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ഭാവം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നാളികേരത്തിന് വേണ്ടി അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ കേരളം ചോദിച്ചിരിക്കുന്ന ഒരു കാര്യവും നടപ്പിലാക്കാത്ത ഒരു ശക്തമായ അല്ലെങ്കിൽ മോശമായ ഒരു കേന്ദ്ര ബഡ്ജറ്റായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ്. കാരണം കേരളത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത ഒരു ഗവൺമെന്റായി മാറിയിരിക്കുകയാണ് ഇപ്പൊ കേന്ദ്രം എന്ന് തോന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇന്നലെ ഒരു വാർത്താ ചാനലിൽ പറഞ്ഞതുപോലെ കേരളത്തിന് കിട്ടിയത് തേങ്ങ ആമയാണെന്ന് പറഞ്ഞാൽ എന്ത് വളരെ വാസ്തവവും. കാര്യം വേറെ ഒരു സാധനവും കേരളത്തിന് വേണ്ടി കിട്ടിയിട്ടില്ല എന്നതാണ്. നമ്മുടെ സംസ്ഥാന BJPയുടെ അധ്യക്ഷനൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ നടപ്പിലാക്കിയത് കേന്ദ്രം കൊടുത്തിട്ടുള്ള മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയും കേരളം നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ കേരളം സ്ഥലം കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് പൈപ്പ് ലൈനിന്റെ കേസ് ഈ പറയുന്ന BJP സംസ്ഥാനം മറന്നുപോയോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ദേശീയപാത വികസനം പൊന്നും വില കൊടുത്താണ് കേരളത്തിലുള്ള സർക്കാർ എന്ന് പറയുന്നത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത്. അതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് സ്ഥലം ഏറ്റു കൊടുക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ വിയോജിക്കുന്നത് കൊണ്ടും മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ടും കിട്ടാത്തത്. പിന്നെ ഈ പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കേസ് പറഞ്ഞത് ശരിയാണ്. 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ വീട് കെട്ടുന്നെടുത്ത് 70,000 രൂപ കൊടുത്തിട്ട് അതിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞാൽ അത് ആത്മാഭിമാനമുള്ള ഒരു കേരളക്കാരനും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ശരിയാണ്. അല്ലാതെ ഏത് പ്രവൃത്തിയിലാണ് കേരളം സ്ഥലം ചോദിച്ചെടുത്തോലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഏറ്റെടുക്കാത്തത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ഈ കേന്ദ്ര ബഡ്ജറ്റ് കൊണ്ട് ഇരട്ട പ്രകടനമാണ് നേടിയിട്ടിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ അടുത്ത 5 വർഷത്തേക്കുള്ള ധനവിതരണത്തിന് പോലും മോശമായ ഒരു ബഡ്ജറ്റായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. 21,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് നമ്മൾ ചോദിച്ചിട്ട് കൈമലർത്തിയതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഒരു ബഡ്ജറ്റിന് പ്രത്യേകത. ഇനി ഏറ്റവും വലിയ സംഗതി എന്തെന്നറിയോ? സാധാരണ കേരളത്തിലുള്ള BJPക്കാരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഈ ബഡ്ജറ്റ് ചെയ്യണ്ടേ? ഇന്നലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ മാരാരി ഭവനില് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി, അല്ലെങ്കിൽ പത്രക്കാരെ വിളിച്ചുകൂട്ടിയാണ് അവർ ഈ TV-യിൽ ഈ വലിയ പ്രോഗ്രാമൊക്കെ കണ്ട. അവസാനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി രക്ഷപ്പെടാൻ മതി എന്നുള്ള അവസ്ഥ. പോട്ടെ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നിപ്പം ഭരിക്കുന്നത് BJP-ആണ്. അവരെങ്കിലും ഒന്ന് സംതൃപ്തിപ്പെടുത്താനെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചേർക്കണ്ടേ? ഇതൊക്കെ പോട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കുറച്ച് ആൾക്ക് മുമ്പ് TV-യിൽ കണ്ടൊരു വാചകമുണ്ട്, എയിംസ് വരും മറ്റേ മോനെ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ നമ്മളെ പാവപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അദ്ദേഹം നാക്കെടുത്താൽ എപ്പോഴും പറയുന്നത് ഒന്നുകിൽ ഞാൻ തൃശ്ശൂർ തരാം, തൃശ്ശൂർ നിങ്ങൾക്ക് എയിംസ് വേണോ, ആലപ്പുഴ നിങ്ങൾക്ക് എയിംസ് വേണോ. ഏതൊക്കെ ജില്ലകളാണ് പുള്ളി പറഞ്ഞത്? അദ്ദേഹത്തിനെങ്കിലും ഒന്ന് സഭ്യപ്പെടുത്താൻ പേരിനെങ്കിലും ഒരു എയിംസ് എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഒന്നൊരാശ്വാസമാകുന്നു. പിന്നെ ഇനി എയിംസ് കിട്ടിയില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എയിംസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിന് 2ാമതൊരു എയിംസ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വെറും ഒരു ഗേറ്റ് മാത്രമാണ് ഇതുവരെ സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇനി പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, എങ്കിലും നമുക്ക് ആശ്വസിക്കാം. സത്യം പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഈ കടുത്ത നയം അതിൽ നമ്മളെ ഈ കേരളത്തെ ഇത്രയും വീർപ്പ് കൂട്ടിക്കുന്നതുകൊണ്ട് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകളും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഒരു വിലങ്ങുതടിയാവാൻ സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിലെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, ഇടതുപക്ഷമായിരുന്നാലും വലതുപക്ഷമായിരുന്നാലും BJP ആയിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കേരളത്തിന് വേണ്ടി അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ ലാഭേച്ഛയും നോക്കാതെ എല്ലാ പ്രതിപക്ഷ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ, ഈ വിധിക്കെതിരെ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിനെതിരെ പ്രവർത്തിക്കുക. ഈ ബഡ്ജറ്റിലെ കൊള്ളരായ്മയ്ക്കെതിരെ പ്രവർത്തിക്കുക. നിങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.